എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇടുക്കി ജില്ലയിലിപ്പം ഒരാഴ്ചക്കാലമായിട്ട് ജൂൺ അവസാനമായപ്പോഴത്തേക്ക് മഴയായി. അപ്പോൾ ഇനി ഈ ചെടിയൊക്കെ കണിമറമ്പൻ ഇനത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. അതുകൊണ്ടോ, കണിമറമ്പൻ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് 18 മാസമായ ചെടി വെച്ചിട്ട് എല്ലാം ഒരേ മീനിലുള്ള ചെടിയാണ്. ഇനി ചൂട് തെളിച്ച് വളമൊക്കെ ഇട്ട് കലക്കി ഒഴിച്ചേക്കുന്നതാണ്. ഇനിയിപ്പം ഇടയ്ക്കത്തെ കള പറിച്ച് മാറ്റണം. അപ്പോൾ ഇനി നമ്മൾ വളരെയധികം ചെടി നോക്കേണ്ട സമയമാണ്. എന്ന് കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് അഴുകൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 200 ലിറ്റർ വെള്ളത്തിൽ ഇപ്പോൾ ഓരോ ചെടിയുടെ അളവിനനുസരിച്ച്, അതായത് 200 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ തുരിശും 2 കിലോ കുമ്മായം കൂടെ ഒരേ അളവിൽ തൂക്കത്തിൽ എടുക്കണം കേട്ടോ. വ്യത്യാസം വരില്ല. വ്യത്യാസം വന്നാൽ അതിൻ്റെ ഇത് മാറിപ്പോവും. അപ്പം കുമ്മായവും ഒരു ബക്കറ്റിൽ കലക്കുക, തുരിശും ഒരു ബക്കറ്റിൽ കലക്കുക. എന്നിട്ട് കുമ്മായത്തിലോട്ട് തുരിശ് ഒഴിക്കണം. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് 200 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് ഇളക്കി നല്ല കറക്റ്റായിട്ട് എടുക്കണം. അപ്പം നല്ലൊരു ബോഡോ മിശ്രണമാകും. അപ്പോൾ എന്നിട്ട് മോട്ടർ വെച്ചോ മരുന്നൂറ്റി വെച്ചോ നല്ല കുളിപ്പിക്കുക. തണ്ടിനും ഇലയ്ക്കും അതുപോലെ തന്നെ ചരത്തിനും എല്ലാം. ഏലത്തിനകത്ത് വീണാലും കുഴപ്പമില്ല. അത് ശകലം മഴയുള്ള സമയത്ത് വേണം അടിച്ചു വിടാൻ. അപ്പം പിന്നെ അഴുകൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും കർഷകരും ഇതുപോലെ തൈയൊക്കെ ഉണ്ടെങ്കിൽ വലിയ അടിക്കും അടിക്കാൻ കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ കണക്കിന് നമ്മൾ കൂട്ടിയെടുക്കണം. 200 ലിറ്ററിന് 2 കിലോ തുരിശും 2 കിലോ കുമ്മായം. കറക്റ്റ് തൂക്കമായിരിക്കണം, വ്യത്യാസം വരില്ല. വെള്ളയിലേക്ക് കുമ്മായത്തിലേക്ക് തുരിച്ച് ഒഴിച്ച് കലക്കി എടുക്കണം. ഓക്കെ. ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളും വിശേഷങ്ങളും വീഡിയോയ്ക്കായിട്ട് ചേർത്തോട്ടത്തിൽ നിന്നും നിങ്ങളെല്ലാം പ്രിയപ്പെട്ട ഷാജഹാൻ പടമുണ്ട്. ഓക്കെ, ബൈ കൂട്ടുകാരെ.